ഇവിടെ കൽപ്പറ്റ ടൗണിൽ തന്നെ മയിലാടുംപാറ എന്ന് പറഞ്ഞ വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഓഷൻ ഹോട്ടലിന് തൊട്ട് ഓപ്പോസിറ്റ് ആണ് ഈ പറയുന്ന വ്യൂ പോയിന്റ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. പക്ഷെ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് നമുക്ക് കൽപ്പറ്റ ടൗൺ വരെ ഒന്ന് പോകണം. കാരണം തൻസിലിന്റെ ഫോൺ ഒന്ന് നന്നാക്കാൻ കൊടുക്കണം. ഇന്ന് ഡിസ്ട്രിബ്യൂഷന് പോയപ്പോൾ തൻസിലിന്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണ് ഫോൺ ഡിസ്പ്ലേ അങ്ങ് അടിച്ചു പോയി. ഇപ്പോൾ ഫോൺ ഓൺ ആവുന്നില്ല. എന്തായാലും കൽപ്പറ്റ ടൗണിൽ ചെന്നിട്ട് നല്ലൊരു മൊബൈൽ ഷോപ്പ് നോക്കി അവിടെ ഫോൺ നന്നാക്കാൻ കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഫോൺ ഒരു ഷോപ്പിൽ കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഈ കാണുന്ന കയറ്റം നേരെ കയറിയാണ് നമ്മൾ മയിലാടുംപാറയിലേക്ക് എത്തുന്നത്. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് മേലോട്ട് കയറുന്നത്. ഇത് ഏകദേശം ഒരു 900 മീറ്ററോളം ഉണ്ട്. ഞാനും തൻസിലുമാണ് ഫസ്റ്റ് ട്രിപ്പ് മേലോട്ട് കയറിയത്. താഴേന്ന് അഭയും ക്രിസ്റ്റിയും അക്ഷയും എല്ലാം നടന്നു വരുന്നുണ്ട്. എന്നെ തൻസിൽ അവിടെ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം വീണ്ടും താഴെ പോയി അവരെയും കൂട്ടി വരുന്നതായിരിക്കും. അങ്ങനെ ട്രിപ്പ് അടിച്ച് നമുക്ക് ഇവിടെ എത്താനായിരുന്നു പ്ലാൻ. ഏകദേശം എത്താനായി തോന്നുന്നു. കാരണം റോഡൊക്കെ തീരാറായി. ഇവിടെ സൈഡിൽ തന്നെ ഒരു കൺസ്ട്രക്ഷൻ പണി നടക്കുന്നുണ്ട്. അതായത് ഒരു വീട് പണിഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ടാറിട്ട റോഡ് തീർന്നു. ഇനി മുമ്പിലുള്ളത് മണ്ണിട്ട റോഡ് മാത്രമാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ വണ്ടി ഇവിടെ നിർത്തുവാണ്. എന്നെ അവിടെ ഡ്രോപ്പ് ആക്കിയിട്ട് തൻസിൽ തിരിച്ചു അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി. വീട് പണി നടക്കുന്നതിൻ്റെ അടുത്തായിട്ട് 2-3 പിള്ളേർ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. അവർ നമ്മളെ നോക്കുന്നുണ്ടായിരുന്നു, നമ്മൾ ആരാന്നുള്ള മട്ടിൽ. ഞാൻ അവരെയും പാസ് ചെയ്ത് മുമ്പോട്ട് കടന്നു. നടക്കുന്തോറും വഴി വ്യജനമായിക്കൊണ്ടിരിക്കുമായിരുന്നു. റോഡിന് 2 സൈഡിലും ഭയങ്കരമായിട്ട് കാട് കയറി ഇരിപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതുപോലെ വലിയൊരു പാറക്കെട്ടും കാണാൻ പറ്റുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഈ ഉരുളൻ ഷേപ്പിലുള്ള പാറ കാണാൻ വേണ്ടി. അതിന്റെ സൈഡിലായിട്ട് തന്നെ പണി തീരാത്തൊരു വീടും കാണാം. ഇത് കണ്ടോ, ഇതിന് വീടാണോ അതോ ചെറിയ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഷെഡാണോ എന്ന് അറിയില്ല. എന്തോ ഒരു ഗുഹ സെറ്റപ്പ് പോലൊരു സംഭവം കണ്ടു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനിങ്ങനെ ചുറ്റും നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവർ വന്നു. ഇതേ തൻസിൽ കപ്പലണ്ടി നിന്നുകൊണ്ടിരിക്കും. അങ്ങനെ 5 പേരും എത്തി. നമ്മൾ പയ്യെ മേലോട്ട് നടക്കാൻ തുടങ്ങി. ഏകദേശം 300 മീറ്റർ ഉണ്ടെന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ഇവർ വരുന്ന വഴിക്ക് കുറച്ച് കപ്പലണ്ടിയും ബിസ്ക്കറ്റും വെള്ളം എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് വന്ന്. എന്തായാലും നന്നായി. നല്ലതായിട്ട് വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ ടോപ്പിലെത്തി. ഇതാണ് നമുക്ക് ടോപ്പിൽ നിന്ന് കാണുന്ന വ്യൂ. ഇവിടെ ഒരു കുളമുണ്ട്, 2 മരങ്ങളുണ്ട്. അതിന്റെ റിഫ്ലക്ഷൻ എല്ലാം നമുക്ക് ആ കുളത്തിൽ കാണാം. കുറച്ചുകൂടെ നേരം വൈകി ഇപ്പോൾ വെട്ടമൊക്കെ പോയി ഇരുട്ടായി. അപ്പോഴാണ് നേരത്തെ കണ്ടതിനെക്കാട്ടും വ്യൂ ഭംഗിയായത്. അതിന്റെ കൂട്ടത്തിൽ ലൈറ്റ് കൂടെ ഇട്ടപ്പോൾ സെറ്റപ്പായി. നമ്മൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. സമയം വൈകിയതുകൊണ്ടും ഹോട്ടലിൽ നമ്മൾ ആരെങ്കിലും അന്വേഷിക്കുന്നതുകൊണ്ട് നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമ്മളിത് ട്രിപ്പ് അടിക്കാനോ കറങ്ങാൻ വേണ്ടിയോ വന്നതല്ലോ. നമ്മൾ വേറെ ഉത്തരവാദിത്തപ്പെട്ട കാര്യം ചെയ്യാൻ വേണ്ടിയാണല്ലോ വന്നത്. അതുപോലെ തന്നെ നമ്മൾ മല കയറാൻ പോകുന്ന കാര്യം നമ്മൾ അവിടെ ആരോടും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് തിരിച്ച് ഹോട്ടലിലേക്ക് പോവാം. എല്ലാവരുടെയും ഫോണിന്റെ ബാറ്ററി ഏകദേശം തീരാറായതുകൊണ്ട് നമ്മളിങ്ങനെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. അതുകൊണ്ട് ഫോണൊക്കെ ഒന്ന് ഫുൾ ചാർജ് ആക്കിയിട്ട് നാളെ രാവിലെ ഒന്നുകൂടെ വരാനാണ് പ്ലാൻ. അപ്പോൾ ഒരു വരവോടെ വരേണ്ടി വരും. അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മൾ വീണ്ടും മയിലാടിപ്പാറയിലേക്ക് പോവാണ് സൺറൈസ് കാണാൻ വേണ്ടി. സൺറൈസ് കിട്ടുമോ അറിയില്ല, എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മളിപ്പോൾ ട്രിപ്പിൾ അടിച്ചാൽ പോകുന്നത്. ഞാനും തൻസിലും ക്രിസ്റ്റി ഉണ്ട് എൻ്റെ കൂടെ. ഞങ്ങൾ രണ്ടുപേരെ അവിടെ കൊണ്ട് ഇറക്കിയതിന് ശേഷം തൻസിൽ റിട്ടേൺ വരും. എന്നിട്ട് അഭയനെയും അക്ഷനെയും കൂട്ടുകാർ വരും. അങ്ങനെ 2 ട്രിപ്പിൽ നമ്മൾ പരിപാടി ക്ലോസ് ചെയ്യും. നൈറ്റ് തൃപ്തിയും മീരേനെ നമ്മൾ വിളിച്ചായിരുന്നു. നമ്മുടെ ഓപ്പോസിറ്റുള്ള മുറിയിൽ അവർ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവരെ ഞാൻ വിളിച്ചായിരുന്നു മയിലാടിപ്പാറയ്ക്ക് വരാൻ വേണ്ടി. പക്ഷേ അവർ വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ള മറുപടിയും തന്നില്ല. രാവിലെ എണ്ണിക്കുള്ള മടി കാരണം ഇന്നലെ രാത്രി ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം റിസപ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ സഞ്ജീത് സാർ കേട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം കൗതുകത്തോടെ ഡ്രോൺ പറത്താനുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോസും ഒക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ ആളെ എണ്ണിക്കുവാണ് വരാമെന്ന് പറഞ്ഞു. ഗൂഗിൾ മാപ്പിൽ എൻ്റെ ലൊക്കേഷൻ വിട്ടു കൊടുത്തു. അപ്പോൾ സാറ് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് വരുമായിരിക്കും, നമുക്ക് നോക്കാം. ഞാനും ക്രിസ്റ്റി എന്തായാലും മുന്നോട്ട് നടന്നു. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ കൺസ്ട്രക്ഷൻ വർക്ക്. ഇത് വീടൊന്നും അല്ല, 3 നിലയുള്ള കെട്ടിടമാണ് പണിയുന്നത്. എന്താണെന്ന് വ്യക്തമല്ല. അപ്പോഴേക്കും ട്രിപ്പിൾ അടിച്ച് നമ്മുടെ അടുത്ത ടീമിൻ്റെ എത്തിയിട്ടുണ്ട്. അത് ഈ മല കയറി. വണ്ടി ഇവിടെ വെച്ചിട്ട് പോടാ. ബൈക്കിൽ തന്നെ മണ്ട വരെ പോകാനൊന്നും അവരുടെ പ്ലാൻ. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ഗുണ കേവ് പോലത്തെ സെറ്റപ്പ്. സുഭാഷേ കുട്ടേട്ടാ. ഓ, ഇവിടെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല, ഇതിനകത്തൊന്നും ആരുമില്ല. അതെന്നാ ടോക്കാ തൻസിൽ ബൈ. എന്തായാലും ഗുഹ വിട്ട് നമ്മൾ മുമ്പോട്ട് കടന്നു. ഒരു 300 മീറ്ററോട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പ് വ്യൂ പോയിന്റിലേക്ക് എത്താം. ക്രിസ്റ്റിയെ കണ്ടോ, കറക്റ്റ് കിളിച്ചെടുത്തേ പോലെ. കിളിച്ചെടുത്ത് പറഞ്ഞാൽ നമ്മുടെ മഴത്തുള്ളി കിളിക്കൽ സിനിമയിലെ ഒരു കഥാപാത്രമാണ്. അവളുടെ ഡ്രസ്സിംഗിൽ ഒരു സിമിലാരിറ്റി ആണ്. നമ്മൾ ചുമ്മാ കളിയാക്കുന്നതാണ്. ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ തകിടന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ക്രിസ്ത്യൻ ബ്രദേഴ്സിലെ സുരേഷ് കൃഷ്ണയുടെ ക്യാരക്ടർ ഇങ്ങനെ ഭയങ്കര ട്രോളായിട്ട് ഇങ്ങനെ വന്നത്. അതിന്റെ ഒപ്പം തന്നെ മോഹൻലാലിന്റെ എൻട്രി ബീജിയം വൈറലായി. അതാണ് ഈ തകിട ബീജിയം. രാവിലെ മുട്ടം തണുപ്പായിരിക്കും വെച്ച് ഞാൻ ഹുഡിയൊക്കെ ഇട്ടാണ് വന്നത്. പക്ഷേ ഈ മല കയറുന്നതിനിടയ്ക്ക് എനിക്ക് ചൂടെടുക്കാൻ തുടങ്ങി. അതാണ് ഇപ്പോൾ അവസ്ഥ. എന്തായാലും നമ്മൾ ടോപ്പിൽ എത്താറായി. ഈ കയറ്റം കയറി വളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ടോപ്പ് വ്യൂ പോയിന്റിലേക്ക് എത്തും. കം ഓൺ, ലെറ്റ്സ് ഗോ. ദിസ് ഇസ് മയിലാടിപ്പാറ വ്യൂ പോയിന്റ്, കൽപ്പറ്റ, വയനാട്. കുളമാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. ഈ കാണുന്ന 2 മരങ്ങളിലെ റിഫ്ലക്ഷൻ നമുക്ക് അതിൽ കാണാം. ഒരു അയണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കുറച്ച് MSW സ്റ്റുഡൻസിനെ പരിചയപ്പെട്ടില്ല, വയനാട്ടുകാരെ തന്നെ. കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടിയൊക്കെ ആയിട്ട് വീടുള്ളവരാ. ഇവർ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഇവർ കേട്ടിട്ടുള്ളൂ ഇതിനെ പറ്റി. ഭയങ്കര അൺറേറ്റഡ് സ്പോട്ടാട്ടോ ഇത്. പിന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത് ആ മരത്തിന്റെ മണ്ടയ്ക്ക് കയറിയിട്ടുണ്ട്. അതിന്റെ മേളിൽ കയറി എന്തൊക്കെയോ കസരത്ത് കാണിക്കുന്ന കാണാം. താഴെ വീഴായിരുന്നത് അത്ര എനിക്ക് പറയാനുള്ളൂ. വെട്ടം വന്നു തുടങ്ങിയിട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ട് സ്റ്റാർട്ടായി. പ്രോ ഫോട്ടോഗ്രാഫർ ക്രിസ്റ്റി അത് ആയുധം എടുത്തിരിക്കുകയാണ്. അക്സയുടെ S23 ആണ് ഐറ്റം. അത് കഴിഞ്ഞ് തൻസിൽ ഇവർ 2 പേരും ഫോട്ടോ എടുത്ത് കൊടുക്കുക. ടാറ്റാ എലക്സി ഘടകമാണോ? വെസ്റ്റേഡ് ഘടകത്തിന്റെ ഫോട്ടോ ഉണ്ടോ? നമുക്ക് മാത്രം കാര്യമില്ല. കാരണം TCS ഞാൻ ഒറ്റയ്ക്കാണല്ലോ വന്നത്. ഞാൻ ആരുടെ അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാനാ. വീഡിയോ അളിയും ഫോട്ടോ ആണെന്ന് വെച്ച് പോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും അഭയെ കണ്ട് ഇൻസ്പയർ ആയി ഞാനും കയറി മരത്തിന്റെ മണ്ടയ്ക്ക്. ഇവിടെ സീൻ കാറ്റാട്ടോ. പിന്നെ കുറച്ചുകൂടെ എലിവേറ്റഡ് വ്യൂ നമ്മുടെ ലേക്കിന്റെയും അതുപോലെ തന്നെ കൽപ്പറ്റ ടൗണിന്റെയും. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ സഞ്ജീത് സാർ എത്തി. ആളിവിടെ ഡ്രോണിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുവാണ്. ഇതൊന്ന് പറപ്പിക്കുന്നതിന് വേണ്ടി കുറച്ചേറെ കാര്യങ്ങൾ അസംബിൾ ചെയ്ത് റെഡിയാക്കാനുണ്ട്. ഇതിന്റെ റിമോട്ട് കൺട്രോൾ ബാറ്ററി ഒക്കെ വേണം. ഇതാണ് ഇതിന്റെ കൺട്രോളർ. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതിന്റെ ഡയറക്ഷണൽ ബട്ടൺസ് കാണാം. മുകളിലോട്ടും താഴോട്ടും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തിരിക്കാൻ വേണ്ടിയുള്ളത്. അതുപോലെ തന്നെ ഡ്രോണിൽ ഷൂട്ട് ചെയ്യുന്ന ഫൂട്ടേജ് നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേയിൽ കാണാം. നമ്മളെ കൂടാതെ വേറെ 2 പേരും മയിലാടിപ്പാറയിലോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഡ്രോൺ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ വലിയ ഉയരമൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ തലയുടെ മുകളിലായിട്ട് ഉയർന്നു പൊങ്ങിയിട്ടുള്ളൂ.
ഇതൊരു ജെയിൻ ടെമ്പിൾ ആണ്. ശരിക്കറിയത്തില്ല, ഇവിടെ മദ്യപാനവും മത്സ്യമാംസാദികളും ഉപയോഗിക്കാൻ പാടില്ല. ഭാഗ്യം നമ്മളതൊന്നും ഉപയോഗിച്ചില്ല. കാരണം നമ്മൾ ഇന്നലെ വന്നപ്പോൾ കപ്പലണ്ടിയും പട്ടാണിയും മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ കുറച്ച് പെപ്സിയും കുടിച്ചായിരുന്നു. ഈ കാണുന്നതാണ് ശ്രീ 1008 ചന്ദ്രനാഥസ്വാമി ജെയിൻ ടെമ്പിൾ. ഇവിടെ സൈഡിലായിട്ട് തന്നെ നമുക്കൊരു ബോർഡും കാണാം, ക്ലീൻ വയനാട്, ക്ലീൻ മയിലാടിപ്പാറ എന്ന് പറഞ്ഞിട്ട്. KCI കൽപ്പറ്റയും അതുപോലെ തന്നെ ശുചിത്വ മിഷൻ വയനാട് ചേർന്ന് വെച്ചേക്കുന്ന ഒരു ബോർഡാണിത്. ഇവിടെ ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ നമുക്ക് ഈ അമ്പലം സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല, എന്താണോ അറിയില്ല. ഇവിടെ ശുചിത്വ മിഷന്റെ ബോർഡ് മാത്രമല്ല, വേസ്റ്റ് ഇടാൻ വേണ്ടി ഇവിടെ ഒരു വേസ്റ്റ് ബിന്നും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ തറയിൽ കിടന്നിരുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് എടുത്ത് കൊട്ടലിട്ട് അക്സ മാതൃകയായി. സമയമാകുമ്പോഴത്തേക്ക് കോടയൊക്കെ ഇറങ്ങി നല്ലൊരു വ്യൂ കിട്ടി. അങ്ങ് ദൂരെ നമുക്ക് നല്ല രീതിയിൽ കോട കാണാൻ പറ്റും. ഇനി ഏകദേശം 8 മണി ആയതുകൊണ്ട് സഞ്ജിത് സാറും ബാക്കി എല്ലാവരും തിരിച്ചുപോയി. ആ ഗ്യാപ്പ് നോക്കി അക്സയുടെ കാലെ അട്ട കടിച്ചു. അങ്ങനെ അതിനെയൊക്കെ എടുത്ത് കളഞ്ഞ ചോരയൊക്കെ തൂത്ത് വൃത്തിയാക്കും. അല്ലാത്തൊരവസ്ഥ തന്നെ, എവിടെ ചെന്നാലും ഇവിടെ കാലെ അട്ട കയറും. പിന്നെ നമുക്ക് ഇവിടെ ഒരു കാൽപാദം കാണാം. ഫുട് പ്രിന്റ്സ് മാത്രമേ ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഒരു സ്തൂപം. ഇത് ആരുടെ കാൽപാദമാണെന്ന് അറിയാൻ വയ്യ. എന്തായാലും പാദമുദ്രകളുടെ വലിപ്പം ഇച്ചിരി വിഷയം തന്നെ. നമ്മൾ കുറച്ചുകൂടെ മേളിൽ കയറിയിട്ട് ഒരു പാറ കണ്ടുപിടിച്ചു. എന്നിട്ട് ഉമ്മാർ കണ്ടിട്ട് അതിൽ കുറച്ച് ചിത്രപ്പണികൾ സെറ്റ് ചെയ്യും. ഒട്ടിയുടെ മൂട് സാധനം. ടാറ്റയാണല്ലോ നമുക്ക് എല്ലാവർക്കും അന്നം തരുന്നത്. അതുകൊണ്ട് നമ്മുടെ വക മയിലാടിപ്പാറ ചെറിയൊരു ട്രിബ്യൂട്ട്. അതിന്റെ സൈഡിലായിട്ട് ചെറിയൊരു തകിട. ഇതാണ് നമ്മുടെ തകിട ക്രിസ്റ്റി. ആ ഒറ്റപ്പെട്ട് കിടക്കുന്ന തകിടയ്ക്ക് ഒരു ഇണയെ കൂടെ ചേർത്ത് കൊടുക്കണം നമ്മുടെ ക്രിസ്റ്റി. വീണ്ടും കൗതുകത്തോടെ ഞങ്ങൾ മേലോട്ട് കയറി. രാവിലെ ഇവൻ വിളിച്ചിട്ടില്ലേ, റെഡിയായി ഞാൻ ഇതായിട്ട് ഇവനെ തിരിച്ചു വിളിച്ചപ്പോ ഇവൻ കിടന്നുറങ്ങുന്നു. ആണോ? എപ്പോ? ഇന്നലെ രാവിലെ? അത് ഇന്നോ? ശരിക്കും വിളിച്ചു കൊടുത്തിട്ട് ഇവൻ കിടന്നുറങ്ങിയതാ. നിങ്ങളെല്ലാരും പൊക്കോ. കർണാടക എടാ മോനെടാ, ഇത് കുറെ സ്ഥലം ഉണ്ടല്ലോ ഇവിടെ. പിന്നെല്ലാം കയറ്. തൻസിലൊരു കുട്ടി കുറങ്ങനെ പോലെ ചാടി കയറി പോകുന്നുണ്ട്. നിസാര കേസ് ഇതൊക്കെ എന്ത്. നമ്മൾ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പാറക്കണ്ണ മേളിലെത്തി. ഇതിന്റെ മേളിലോട്ട് ഇനി ഒന്നും തന്നെ ഇല്ല. ഇവിടെ ഒരു കിഡിലും ഫ്രെയിം ആട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കിഷ്കിണ്ടാകണ്ടൻ സിനിമയിലെ പോസ്റ്റർ പോലൊരു ഫ്രെയിം കിട്ടി. സമയം കുറെ വൈകി, നമുക്ക് ഇനി തിരിച്ചു പോകണം, അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മിസ്സാവും. ബ്രേക്ക്ഫാസ്റ്റ് മിസ്സാകൂടാതെ 4 സ്റ്റാർ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, എങ്ങനെ മിസ്സാക്കും? നിങ്ങൾ നടന്നു അങ്ങോട്ട്, നടന്നു. പൊക്കോ. അങ്ങനെ എല്ലാവരും താഴെ നടന്നു, ഞാൻ മാത്രം ബാക്കി. തിരിച്ചിറങ്ങുന്ന വഴി നമ്മൾ വീണ്ടും നമ്മുടെ സ്മാരക കല്ലെത്തിയിട്ടുണ്ട്. നീ മുതൽ ഇത് ടാറ്റ ഇൻഡു തകിട കൊളാവ് എന്നറിയപ്പെടും. അങ്ങനെ ഇറങ്ങി നമ്മൾ ജെയിൻ ടെമ്പിളിന്റെ അടുത്ത് വരെ എത്തി. എനിക്കൊന്നും ആൾക്കാരൊക്കെ ഇവിടം വരെ വരാറുള്ളൂ. എന്റെ മുകളിലോട്ട് അങ്ങനെ ആരും കയറാറില്ല. എന്തായാലും ഒരു കിടിലൻ സ്പോട്ട് തന്നെ. അപ്പോൾ തൽക്കാലം ടാറ്റ.